എന്തോന്ന് പരിപാടി ഇവിടെ? വയറുവേദന. ആർക്ക്? തുമ്പിക്ക്. തുമ്പിക്ക് വയറുവേദനയാണെന്ന് തുമ്പി പറഞ്ഞോ? അല്ല, അച്ഛൻ പറഞ്ഞു. കൊച്ചിനെ പറ്റിക്കാണല്ലേ? റൂട്ട് ചക്ര വീക്ക. എന്നുവെച്ചാ റൂട്ട് ചക്ര വീക്ക, അതുകൊണ്ടാണ് വയറുവേദന വരുന്നത്. ശരിയാക്കാൻ പറ്റൂലേ? പറ്റും. ആ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജി എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി നിറയ്ക്കും. അപ്പോഴത്തേക്ക് പൂച്ച ചത്തിട്ടുണ്ടോ? ഇതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ അച്ഛൻ പറഞ്ഞുതരാം. കഴിവുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റൂ. നീ ആരെ വിളിക്കും? അതല്ലേ ഞാൻ. അച്ഛന് പറ്റുമോ? പൂച്ചയ്ക്ക് വയറുവേദന ഉണ്ടെന്ന് കണ്ടുപിടിച്ചാരാണ്? അമ്മ ആരാമ്മ? കൊളത്തര ബാലേന്ദ്രൻ തമ്പി. പൂച്ചയെ വയറുവേദന കണ്ടുപിടിച്ച ഞാനല്ലേ, അപ്പം എനിക്കിത് മാറ്റാനും പറ്റും. പാർവേ, പൂച്ചനെ ജീവനോടെ വേണമെങ്കിൽ നീ എടുത്തിട്ട് പോയിക്കും. ഇത് കഴുതായത് പ്രാണിഹിനിയാണ്. ഒന്നും അറിയണേ കേട്ടോ സംസാരിച്ചോളൂ. ഇത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാനസികമായോ ശാരീരികമായിട്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്നില്ലാതെ അതിനെ ശരിയാക്കുന്ന ചികിത്സാ രീതിയാണ് പ്രാണിഹീലി. ഇത് കേരളത്തിൽ 30 പേർക്ക് അറിയാവും. അതിലൊരാൾ ബാലുവാണ്. ഇത് എവിടെ നിന്ന് പഠിച്ചു നിങ്ങൾ? കൂടുതൽ ചോദ്യം വേണ്ട. നിനക്കെന്തൊരു അസുഖം ഉണ്ടാവും? എനിക്ക് അസുഖം ഇപ്പോഴില്ല, ഇങ്ങനെ പോവാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അസുഖം വരട്ടെ, അപ്പോൾ ഞാൻ മാറ്റിത്തരാം. അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ നെഗറ്റീവ് കേൾക്കാതിരിക്കാമല്ലോ. ബാലു, ബാലേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വേണങ്ങോ? ഉടക്കുണ്ടാവാതെ എന്ത് കാര്യം വേണമെങ്കിൽ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഉടക്കുണ്ടാക്കണ ചോദ്യമൊന്നുമല്ല, ഒരു ജീവൻ രക്ഷിക്കണ കാര്യമാണ്. ചോദിക്കട്ടാ? എന്നെയും മക്കളെ മാത്രം ദ്രോഹിച്ചാൽ പോരെ ബാലു? ഈ പൂച്ചനെങ്കിലും വെറുതെ വിട്ടൂടെ? കൊച്ചേ, നിനക്ക് ആ പൂച്ചനെ ജീവനോടെ വേണോ? വേണമെങ്കിൽ നീ അതിനെ ഞാൻ കൊണ്ട് അപ്പുറത്തോട്ട് പോകും. ആ പൂച്ചയുടെ കൊച്ചിൻ്റെ സന്തോഷം കണ്ട രക്ഷപ്പെട്ടതിൻ്റെ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ബാലു? ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും, അപ്പോൾ ആരെങ്കിലുമൊക്കെ മാന്തും. പൂച്ചയുടെ ജന്മോ ഇത്? നീ പരിഹരിച്ചോടി. ഈ കാണിക്കുന്ന തെറ്റുകൾക്കെല്ലാം നീ എൻ്റെ മുമ്പിൽ നിന്ന് കരയും. അപ്പം ഞാൻ മറുപടി പറയാം. ഓ അമ്പ്രാനെ, ആയിക്കോട്ടെ. ശരി, ചെല്ലേ, പോട്ടാ. പാവം പൂച്ച ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് അല്ലേടേ. എന്തൊരു നല്ല ഭാഗ്യമുള്ള പൂച്ചയാ. അച്ഛൻ്റെ പുതിയ പരിപാടിനെ പറ്റിയേ ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തായിരുന്നു. പ്രാണിക് ഹീലിംഗ് അതുള്ളതാ. ശരിക്കും എന്താ സംഭവം? അതൊന്നുമില്ല, എന്തോ ഈ എനർജി വെച്ചിട്ട്, ഈ മനുഷ്യന്മാരുടെ എനർജി വെച്ചിട്ട് എന്തോ ഒരു ചികിത്സയുടെ എന്തോ സംഭവമാണ്. ഇത് മറ്റേ ഈ പോസിറ്റീവ് എനർജി എടുത്തിട്ട് നെഗറ്റീവ് എനർജി എടുക്കുന്നോ അങ്ങനത്തെ എന്തൊരു സാധനം. പിന്നെ ഈ മരുന്നില്ലാതെ ചികിത്സിക്കും, സാധനമൊക്കെ റെഡിയാക്കും. അങ്ങനെ ചികിത്സിക്കാൻ പറ്റുമോ എന്നാണ് പറയണത്. ചിലപ്പോ അത് ശരിയായിരിക്കും. അച്ഛൻ പഠിച്ചു കാണും. അല്ല പാറു, ഈ പൂച്ചയ്ക്ക് വയറുവേദന ഉണ്ടെന്ന് അച്ഛനെങ്ങനെയാ മനസ്സിലായത്? അതെനിക്കറിഞ്ഞൂടാ. അല്ല, ഈ പൂച്ചയ്ക്ക് മറ്റേ വയറുവേദന ഉള്ളതിന്റെ ലക്ഷണം വല്ലതും പറഞ്ഞ എന്തൊക്കെയാണ് ഇത് കാണിച്ചത്? ലക്ഷണങ്ങൾ ലക്ഷണമൊന്നും കാണിച്ചില്ല, അത് വെറുതെ അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞേ? പൂച്ചയ്ക്ക് വയറുവേദന എടുക്കുന്നുണ്ട്, ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമാവുന്നു. എന്നിട്ട് ഞാൻ പൂച്ചയെ പിടിച്ചോണ്ടായിരുന്നു. ഇരുന്നല്ല, ഇരുത്തിയത്. അപ്പൊ അച്ഛൻ പറഞ്ഞ് പൂച്ചയ്ക്ക് വയറുവേദന എടുക്കണമെന്ന് അല്ലേ? പക്ഷെ ഈ പ്രാണിക് ഹീലിംഗ് കടക്കാനുള്ള കാരണം എന്താന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞതിനും കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നൈസിലൊന്ന് ചോദിച്ചിട്ട് വരാം. എന്താണ് ചോദിച്ചിട്ടല്ല, എങ്ങനെയെങ്കിലും ചൂട് നയിച്ചിട്ട് വരാം. അതേതായാലും നന്നായിടാ. എന്തെങ്കിലും കാര്യമൊക്കെ അറിഞ്ഞിരിക്കാലോ. പൂച്ചനെ രക്ഷിക്കാൻ അമ്മ വന്ന്, നമ്മളെ രക്ഷിക്കാനേ നമ്മൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞാലും കാര്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ നൈസിലൊന്ന് ചോദിച്ചിട്ട് വരാം. നോക്കട്ടെ, നമുക്കൂടെ പോയെന്ത് വരുന്നതൊക്കെ ശരി തന്നെ. ഒരു ഗ്യാപ്പ് ഇട്ട് വന്നാൽ മതി കേട്ടല്ലോ. പൂവിന്റെ ചുറ്റുമുള്ള ഓറ കണ്ട, ആ മുഖം കണ്ട, തേജസ് കണ്ട, തേജസ്സിന്റെ മുഖം കണ്ട. ശരിക്കും തേജസ്സുണ്ട്. പിന്നെ ഈ പൂ ഞാൻ നേരത്തെ കണ്ടതുപോലും ഇപ്പൊ വിരിഞ്ഞ പോലെ. അതാണ് ശരിക്കും ഓർമ്മയുണ്ട് കേട്ടോ. എന്തുമാത്രം എനർജി എന്നറിയാമോ ഞാൻ കൊടുക്കണത്? അറിയുന്നുണ്ട്. ഒന്നുകൂടെ നോക്കേ, ഒന്ന് കൊടുത്തു നോക്കേ, ശ്രദ്ധിച്ച് നോക്കിയോ. അതിന്റെ ഓറയുണ്ട, ചുറ്റുള്ള ഓറയുണ്ട, തേജസ് ഉണ്ട. തേജസ് ഉണ്ട്, ഓറയുണ്ട്. ഇതെന്നൊന്നും പഠിപ്പിച്ചു തരുമോ? പഠിപ്പിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട് രാംകുമാറെ,
അത് ഗുരുദക്ഷിണ തരേണ്ടി വരും. അയ്യോ ദക്ഷിണ ഞാൻ വെക്കാം. കാരണം നമ്മളെ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്നും ഇല്ലാതെ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ഗുരുദക്ഷിണ കൊടുത്താണ് ഞാൻ ഈ ലെവലെത്തിയത്. അപ്പോൾ രാംകുമാർ എനിക്ക് ഗുരുദക്ഷിണ തരുന്നത് ഞാൻ പഠിപ്പിക്കാം. ദക്ഷിണ ഞാൻ വെച്ചിരിക്കും ബാലു. ബാലുവിന്റെ ശിഷ്യൻ ഞാനാവാ. എന്നെ ശിഷ്യനാക്കണം. ഓക്കെ. ഇതെനിക്ക് പക്കയായിട്ട് പഠിക്കണം, കറക്റ്റായിട്ട് പഠിക്കണം എനിക്ക്. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ കൊടുക്കട്ടെ. ഓക്കെ. വാവ്. എന്ത് ഇതിപ്പം എത്ര ദിവസമായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മയ്ക്കല്ലമ്മ, അച്ഛന്. അച്ഛനല്ലല്ലോ ബുദ്ധിമുട്ട്, അച്ഛൻ കാണിക്കണോണ്ട് നമുക്കാണല്ലോ ബുദ്ധിമുട്ട്. പറയാമ്മ, ഈ പ്രാണിഹിനിന്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? എടാ അതൊന്നും എനിക്കറിയില്ല. 2 ദിവസം മുമ്പ് ആ മാവിനെ ഒട്ടിരുന്ന് എന്തൊക്കെയോ കഥകളി മുദ്ര കാണിക്കണുണ്ടായിരുന്നു. അത് ഇത്രയ്ക്ക് വളരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാ കേട്ടോ, ഇത് അതിലും കടുത്ത്. ഇപ്പൊ പൂച്ചയുടെ മണ്ടയ്ക്കൊന്ന് മാറി അമ്മയുടെ ചെടിയുടെ മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. ചെടിയുടെ മണ്ടയ്ക്കാ? ചെടിയുടെ മണ്ടയ്ക്ക് എന്ത് ചെയ്യണം? പോയി നോക്ക്, കണ്ടാ സഹിക്കൂല. അച്ഛനെ പോരാണ്ട റാങ്ക് വാറങ്ങളും ഉണ്ട് അവിടെ, അതാണ് അതിലും വലിയ ദാരുണം. അല്ല ചെടിയുടെ എന്താ ചെയ്യണത്? അമ്മയുടെ ചെടിയൊക്കെ കരിഞ്ഞു, അത്ര തന്നെ. അയ്യോ, ഞാൻ ഒരു കണക്കിനെല്ലാം കൊണ്ട് വെച്ച് പിടിപ്പിച്ചോണ്ടിരിക്കണേ. നീയിപ്പോ നോക്കേണ്ട കാര്യമില്ല. ഈശ്വരാ, ഞാൻ എന്നാ പോയി നോക്കട്ടെ. അമ്മ 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 പോലെ 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 അമ്മ അമ്മ ഇവിടെ കൊണ്ടുപോകൂ. എന്തിന്? മറ്റേ പ്രാണിക്കിലിങ്ങിന്റെ സാധനം വരും, പിന്നെ തട്ടി തിരിച്ചുവിട്. പോണക്ക ആവശ്യം വരിക, ഉണ്ടാ പറഞ്ഞത്. അമ്മ